ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജാനുവരി 26 ആണ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. സോ ഞങ്ങളുടെ സ്കൂളിലും റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ടതാണ് എൻ്റെ സ്കൂളിൻ്റെ എൻട്രൻസ്. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ ലോവർ ഗ്രൗണ്ടിലേക്ക് കയറി. ഇത് കണ്ടോ, ഇതാണ് അമർ ജവാൻ. ഇവിടെയാണ് ഞങ്ങൾ ജവാന്മാരെ ആദരിക്കുന്നതിനായിട്ട് പുഷ്പാർച്ചന നടത്താറുള്ളത്. ഇവിടെ ഇപ്പോൾ എല്ലാവരും വന്നിട്ട് പ്രിൻസിപ്പൾ, അഡ്മിനിസ്ട്രേറ്റർ, പാരൻസ്, വൈസ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ആദ്യം ഇവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യം ഇവിടെ ഇങ്ങനെ പുഷ്പാർച്ചന നടത്തും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു എന്തുണ്ടെങ്കിലും അത് നമ്മൾ നോക്കുകയുള്ളൂ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലാഗ് ഹോസ്റ്റിങ്ങും പല പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. In English പറയുകയാണെങ്കിൽ the ex-servicemen of Malappuram decided to make a school in rural areas with high quality, high education, high tidy. അങ്ങനെയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ഞങ്ങൾ സ്കൂളിനെ ഞങ്ങളുടെ പ്രത്യേകത പറയാറ്. ഇനി അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലപ്പുറം എക്സ്-സർവീസ്മെൻ്റ് ഒരു CBSE സ്കൂള് ഈ റൂറൽ ഏരിയാസിൽ വിത്ത് ഹൈ ക്വാളിറ്റി, കൂടുതൽ നല്ല ക്വാളിറ്റിയും അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ളൊരു സ്കൂള് റൂറൽ ഏരിയാസിൽ മേക്ക് ചെയ്തു. അത് മേക്ക് ചെയ്യാൻ ഉണ്ടാക്കിയൊരു സ്കൂളാണ് ഞങ്ങളുടെ ഈ ഒരു സ്കൂള്. പിന്നെ ഇത് നമ്മുടെ റിട്ടയേർഡ് ആയിട്ടുള്ള സൈനികർ, അതുപോലെയുള്ള സൈനികർ നടത്തുന്ന ഒരുപാട് മുമ്പുള്ള ഒരു സ്കൂളാണ് ഞങ്ങളുടെ സ്കൂള്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ സ്പെഷ്യാലിറ്റീസ്. വേറെയും ഒരുപാട് സ്പെഷ്യാലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് പാരൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക, പാരൻസും അതുപോലെ ഒരുപാട് പേരൊക്കെ നമ്മുടെ ഈ ഒരു പൂവ് ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാനെൻ്റെ സ്കൂളിൻ്റെ വീഡിയോ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടത് നമ്മുടെ സിനോവ 2K26 പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിൽ നടന്ന ഒരു സയൻസ് ഫെസ്റ്റ് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. ഞങ്ങളുടെ സ്കൂളിൽ 2 ദിവസമായിട്ടായിരുന്നു ഞങ്ങൾ ആ സയൻസ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത്. അവിടെ നമ്മുടെ ISROൻ്റെതും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ISRO, ഇലൂഷൻ, മാത്ത് ക്ലബ്ബ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. എല്ലാവരും അത് വാച്ച് ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ അതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇതിടുന്നതിന് മുമ്പ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ, എൻ്റെ സ്കൂളിൻ്റെ വീഡിയോ അതായിരുന്നു. പിന്നെ ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഇടാൻ പോകുന്ന വീഡിയോ, മീൻസ് സ്കൂളിൻ്റെ കേട്ടോ. ഇനി ഇടും. അപ്പോൾ എല്ലാവരും ഇത് വാച്ച് ചെയ്യണം, നല്ലപോലെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ ഈ അമർ ജവാൻ്റെ സൈഡിൽ അത് എന്താണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. जनमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे gratitude and pride to celebrate the Republic Day of our great nation. On behalf of Silent Public School Naduvar, I extend a warm and patriotic welcome to everyone present here. Let us now seek the blessings of the Almighty for peace, unity and progress of our nation. I invite the school choir to lead us in the prayer.
तुम्ही हो माता पिता, तुम्ही हो बंधू सगा, तुम्ही हो माता पिता, तुम्ही हो बंधू सगा, तुम्ही हो साथी, तुम्ही सहाय, कोई न अपना सिवा तुम्हार, तुम्ही हो नैया, तुम्ही खबैया, तुम्ही हो बंधू सखा, तुम्ही हो मादा. जो खिल सके ना वो फूल हम हैं, तुम्हारे चरणों की धूल हम हैं, दया की दृष्टि सदा हो रखना, तुम्ही हो बंधु सखा, तुम्ही हो मादा. Honor the spirit of our Constitution, the soul of our great nation, Republic Day on January 26th. Do you know what makes this day so important? It's a day India became a republic, which means we choose our own leaders and wrote our own rules to live by. Let me take you back in time to understand why this day shines so brightly in our hearts. On August 15, 1947, India finally got freedom from British rule after years of struggle. Great leaders like Mahatma Gandhi, Jawaharlal Chandra Bose, and millions of many other brave freedom fighters fought with courage and unity. They faced jail, beatings, and even gave their lives so that we could be free. But freedom was just the first step. Our country still needed a strong set of laws to guide us, like a big family rule book that ensures fairness for everyone. That's where our Constitution comes in. On November 26, 1949, our leaders finished writing this amazing document. It has 395 articles and 8 schedules. But don't worry, it's like a promise to protect our rights, equality, and justice. Dr. B.R. Ambedkar, the father of our Constitution, led the team that made it. And on January 26, 1950, it officially became a guide. That day, India woke up as a republic, not ruled by a king or queen, but by the people, for the people. Why January 26th? In 1930, the Indian National Congress had declared Purna Swaraj or complete independence on this day. So, choosing it made our republic special and historic. On this day, every year, we see the Grand Republic Day Parade in Delhi's Rajpath. The president takes the salute and we watch march past by our army, navy and air force. Camels from Rajasthan, dancers from every state and floats India showing their culture with the streets with pride. The brave soldiers show their skills, reminding us of their sacrifices to keep us safe. Republic Day teaches us big lessons. First, unity in diversity. India has many languages, religions, and traditions, but we stand together as one. Second, equality. Our Constitution says no one is above or below anyone else. Boys and girls, rich or poor, all have the same rights. Third, duty. We must respect our laws, help others, and work hard to make India stronger. Friends, today, as we sing the national anthem and unfurl the tricolour, let's promise to be a good citizens. Let's study well, stay honest, protect our environment, and spread love. India is now the world's fastest growing big economy with dreams of becoming a superpower. You and I are the future leaders who will make it happen. Jai Hind, Jai Bharat. Thank you. Thank you. നിലവിൽ വന്നിട്ട് ഇന്നേക്ക് 77 വർഷം തികയുന്നു.
ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടന തയ്യാറാക്കിയത്. ബ്രിട്ടീഷുകാരുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ 1935 പിൻവലിച്ച് 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ഭരണഘടന രാജ്യമെമ്പാടും നിലവിൽ വന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവയാണ് നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ. ഒരു പൗരനും വിവേചനം അനുഭവിക്കരുത്. എല്ലാവർക്കും വോട്ട് ചെയ്യാം, സ്വന്തം മതം പിന്തുടരാം, സ്വച്ഛമായി സംസാരിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഈ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടി. ഗാന്ധിജി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി അനേക ലക്ഷം മഹാന്മാരുടെ സ്വപ്നമാണ് ഇന്നത്തെ ഇന്ത്യ. ഈ വർഷത്തെ 2026 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥികൾ യൂറോപ്യൻ യൂണിയനിലെ 2 പ്രധാന വ്യക്തികളാണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവരാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. വന്ദേ മാതരം 150 വർഷം എന്ന തീമിലാണ് 2026-ലെ റിപ്പബ്ലിക് ദിനം പരേഡ് നടക്കുന്നത്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടന എല്ലാ നിയമങ്ങളുടെയും അധിപനാണ്. റിപ്പബ്ലിക് ദിനം ഓരോ പൗരന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹവും അഭിമാനവും നിറയ്ക്കുന്നു. രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെയും ഏകത്വത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. തലസ്ഥാനത്ത് നടക്കുന്ന ആഘോഷങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും പൈതൃകത്തിന്റെയും തെളിവാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമത്വം, സാഹോദര്യവും കളങ്കപ്പെടാതെ സൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. രാജ്യത്തിന്റെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ജാതിമത ഭേദമന്യേ തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായി നമുക്ക് പ്രയത്നിക്കാം. ഇന്ത്യൻ ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമുക്ക് ഒരു നിമിഷം സ്മരിക്കാം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. And strength of our nation. Guide and motivate us. I now invite our administrator, Commander C. Solomon retired, to share his thoughts with us. Has been well explained by the student speakers. Today marks the 77th Republic Day. In the Malayalam speech they said 77 years, that is slightly wrong. We have completed 76 years of Republic. It is the 77th Republic Day. എല്ലാ വികാരങ്ങൾക്കും അപ്പുറം ഞാൻ ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ്. ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേ, മറ്റൊന്ന് റിപ്പബ്ലിക് ഡേ.